ഗൈസ് ഇന്ന് ജനുവരി 19 ഇന്നത്തോടു കൂടിയിട്ട് എന്റെ വെക്കേഷൻ അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് നാട്ടിൽ നിന്നും അഗർത്തലയിലേക്കുള്ള യാത്ര തുടങ്ങിയാണ്. എനിക്ക് ചെന്നൈയിൽ നിന്നാണ് നാളെ ഫ്ലൈറ്റ് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ന് വൈകുന്നേരമാണ് ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നും ചെന്നൈയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ബസ്സിന് കയറിയിട്ടായിരിക്കും നമ്മൾ ചെന്നൈയിലേക്ക് എത്തുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് രാവിലെ ആയതിനു ശേഷം തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്തത് നമ്മുടെ സാധാരണ ദിവസങ്ങളിലെ ക്രിയ ആയിട്ടുള്ള ഓർബിറ്റിൽ പോവുക എന്നുള്ളതായിരുന്നു. ഇന്ന് 1 മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്ന് എനിക്കിനി ഒരു വീഡിയോ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. സിഇയുടെ അതായത് കീം എക്സാമിന് അപ്ലൈ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഒരുപാട് തിരക്കുകളും കല്യാണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് അത് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം അപ്ലോഡ് ചെയ്യണം. അതിനുശേഷമായിരിക്കും നമ്മുടെ അങ്ങോട്ട് പോകാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ. എന്റെ പാക്കിംഗ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും അല്ലാതെ വേറെ ഒന്നും എനിക്ക് എടുക്കാനില്ല എന്നുള്ളതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ സേഫ് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നേരെ കീമിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ സ്റ്റുഡിയോ. ജസ്റ്റ് ഒരു ലൈറ്റ്, ഒരു ലാപ്ടോപ്പ്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിൽ നിന്ന് ഇനി നമുക്ക് നേരെ പോകേണ്ടത് കീമിന്റെ വെബ്സൈറ്റിലേക്കാണ്. അതിൽ നിന്ന് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് OBS എന്ന സോഫ്റ്റ്വെയർ ആണ്. അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക് എന്ന് പറയുന്നത് ബോയുടെ M1 എന്ന് പറയുന്ന മൈക്കാണ്. ഞാനിപ്പോൾ തൽക്കാലം മൈക്കിനെ പോക്കറ്റിൽ വെച്ച് ഈ ലാപ്പിൽ മൈക്കിനെ ഇവിടെ ഹോൾഡറിൽ ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഞാൻ OBS ഓൺ ആക്കും. അതിനുശേഷം സിഇയുടെ വെബ്സൈറ്റിൽ ചെന്ന് നമ്മൾ അപേക്ഷ തുടങ്ങുന്നതാണ്. ഇനി നമുക്ക് വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരാം. അങ്ങനെ നമ്മുടെ കീമിന്റെ ആപ്ലിക്കേഷൻ നൽകുന്നതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അഡോബിന്റെ പ്രീമിയർ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന മൈക്കോ കാര്യങ്ങളോ നിങ്ങൾക്ക് വാങ്ങിക്കണം എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാനിപ്പോൾ മേപ്പറമ്പിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു മിറാക്കിൾ ഫ്രൂട്ട് ട്രൈ ചെയ്തോക്കാം. ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം. ആദ്യമായിട്ട് ഉണ്ടാവുമല്ല, കുറേ കാലമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ബട്ട് ഞാനുള്ളപ്പോൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഒരു 2 ഉണ്ട്. അതിൽ ഒരു പഴുത്തത് ഒരെണ്ണം, നല്ലോണം പഴുത്തിട്ടൊന്നുമില്ല, ആയിട്ടില്ല, എന്നാലും ഉറച്ചെടുക്കുകയാണ് ഒരെണ്ണം. ഇനി ഒരെണ്ണം കൂടെ ഇത് നമ്മൾ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പോകുന്നതിന് മുമ്പ് ലാസ്റ്റായിട്ടൊന്ന് മേപ്പറമ്പിലേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ചെടി നമ്മളൊരു 3-4 ഇയേഴ്സ് ബാക്ക് കുഴിച്ചിട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കഴിച്ചതിന് ശേഷം ഇതിന് മുകളിൽ നമ്മൾ എന്ത് പുളിയുള്ളത് കഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മധുരമായിട്ട് തോന്നും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറിച്ച് കയ്യിലെടുത്തേക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കായിരുന്നു. നമ്മൾ വീട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആശിരിയും കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ മരം വാങ്ങിക്കുന്ന സമയത്ത് ആ കടക്കാരൻ പറഞ്ഞിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഫ്രൂട്ട് എന്നായിരുന്നു. ബട്ട് ആക്ച്വൽ നെയിം ഇസ് മിറാക്കിൾ ഫ്രൂട്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഇതൊന്ന് കഴിച്ചു നോക്കിയേ. അങ്ങനെ നമ്മൾ ഈ ഉണക്ക നാരങ്ങ ഉപയോഗിക്കണം. നല്ല മധുരമുണ്ട്. ബട്ട് ചെറിയ ഫ്ലഷേ ഉള്ളൂ. ബാക്കിയുള്ള തൊലിയും കുരു മാത്രമാണ്. തൊലിയില്ലേ, ഇത്രയും വല്ല കുരുവാണ് അതിനകത്തുള്ളത്. നമ്മൾ ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. മധുരം ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. യെസ്, ശരിയാ, മധുരാണ്. നക്കിക്ക് സംശയമൊന്നുമില്ലല്ലോ അല്ലേ ഗൈസ്? ഇറ്റ്സ് വർക്കിംഗ് ഗൈസ്. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ? ഈ കൂര് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. 150 രൂപയാണെന്നുണ്ടെങ്കിൽ അത് അയച്ചുതരാം. പോടാ. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി യാത്ര ഇരിക്കുന്നതിന് വേണ്ടി ബസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടോട്ടി ചെയ്യുകയാണ്. കൊണ്ടോട്ടി തന്നെയാണ് ബസ് വരിക എന്നുള്ളത്. ഇത്രയും കാലം ഞാൻ പോയിക്കൊണ്ടിരുന്ന കോഴിക്കോട്. ഞാൻ പോവാണല്ലോ. എന്ത് വൈപ്പായി? ഞാൻ പോവാ, ഇനി ഇങ്ങോട്ട് വരില്ല. ബസ് ഇപ്പൊ വരും. പോവാനുള്ളത് ബസ് ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പോയരാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ യാത്ര ചെയ്തിരിക്കുകയാണ്. ഇനി നേരെ നമ്മൾ ചെന്നൈയിലെത്തിയിട്ട് കാണുന്നത്. ചെന്നൈയിലേക്കുള്ള യാത്രയുടെ ഷിഫ്റ്റ് പറഞ്ഞ ബസ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞിരുന്നത്. ഏകദേശം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് നമ്പർ 2 ആണ്. ഇനി നമുക്ക് നേരെ ചെന്നൈയിലെത്തിക്കാം. ഗൈസ്, അങ്ങനെ ഞാൻ ചെന്നൈയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പെരുങ്കലത്തൂർ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഇവിടെ നിന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രെയിന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു. അങ്ങോട്ട് നടക്കാം. എന്നിട്ട് നമുക്ക് ട്രെയിൻ എടുത്തിട്ട് പോകാം. കുറേ കാലമായി ട്രെയിനിലൊക്കെ കയറിയിട്ട് 5 രൂപ ടിക്കറ്റ് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം. ഇതിൽ നിറയെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നേരെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിതാ തൃശ്ശൂലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്നതാണ് എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ചെന്നൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ടെർമിനൽ 1. നമുക്ക് ഇങ്ങോട്ട് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ചെന്നൈയിൽ എയർപോർട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നത്
തൃശ്ശൂലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ കഴിയുന്നതാണ്. ഇനി ഞാൻ നേരെ അങ്ങോട്ട് നടന്നിട്ട് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അതിന് മുമ്പ് ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. നമ്മുടെ കയ്യിലുണ്ട് ഭക്ഷണം. ഞാനെപ്പോഴും യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കൊണ്ടു നടക്കാറ് ഫ്രൂട്ട്സ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് റിസ്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഫ്രൂട്ട്സ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ കുറച്ച് ഇളന്തപ്പഴമുണ്ട്, ആപ്പിളുണ്ട്, അതുപോലെ തന്നെ പഴമുണ്ട്. ഇത് ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ഒക്കെ ഇത് തന്നെയാണ്. പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അല്ലാണ്ട് ഇന്നത്തെ യാത്രകളിൽ വേറെ ഭക്ഷണമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ചിലവും കുറയ്ക്കാം. 2 ഓപ്ഷൻസ്. ഓക്കെ, അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ചെന്നൈ എയർപോർട്ടിലേക്ക് നടന്നു പോകാം. അവിടെ നിന്നാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. 3 മണിക്ക് ഫ്ലൈറ്റ്. ഇപ്പോൾ ആകെ 8:15 ആയിട്ടുള്ളവർക്കും ഒരുപാട് സമയം ബാക്കി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല, പതിയെ പോയാൽ മതി. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റമായിട്ട് ഞാനിവിടെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ലോക്കൽ ട്രെയിൻസ് ഉണ്ട്. ഞാൻ ചിലപ്പോൾ ട്രെയിൻ യൂസ് ചെയ്യാൻ നിർത്താണ്ടായിരിക്കും, നമ്മുടെ നാട്ടിലും ഉണ്ടായിരിക്കാം. ഞാൻ നമ്മുടെ നാട്ടിൽ അങ്ങനെ ലോക്കൽ ട്രെയിനുകളൊന്നും ഒരുപാട് കണ്ടിട്ടില്ല. ഇവിടെ ഒരുപാട് ലോക്കൽ ട്രെയിൻ ഉണ്ട്. ആളുകളൊക്കെ അതിനെ തന്നെ അതിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ നാട്ടിലെ ലോക്കൽ ട്രെയിനുകളെ കുറിച്ച് 2-3 എണ്ണം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് അധികം ട്രെയിനുകളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് പഴമുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു അമ്മയ്ക്ക് 2 പഴം കൊടുത്തു വിട്ടു. അവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലെല്ലാം ഇത് പഴം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ അവർക്കത് കൊടുത്തിട്ടു. ഇനി എന്തായാലും ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ അപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട്. ആ ബാക്കിൽ എൻ്റെ പിന്നിലായിട്ട് കാണുന്നത് തന്നെയാണ് നമ്മുടെ എയർപോർട്ട് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് അപ്പുറത്തെ റെയിൽവേ ക്രോസ് ഉണ്ട്, അതിലൂടെ നടന്നു പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് സൈഡ് എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്തായാലും റെയിൽവേ ക്രോസ് എടുത്ത് അങ്ങനെ കറങ്ങി വരേണ്ടി വരും. എന്തായാലും നമുക്ക് അതിൽ നടന്നു നോക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ട്രെയിൻ പോവാണ്. ജനനായകൻ്റെ പരസ്യം വെച്ചിട്ടാണ് ഈ ട്രെയിൻ ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും വിജയണ്ണൻ്റെ ലാസ്റ്റ് സിനിമയാണ് ജനനായകൻ. ഞാൻ അവിടെ നിന്ന് എണീറ്റു. ഇപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയ സമയത്ത് നേരെ കുറച്ചുകൂടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽവേ ക്രോസിലല്ല, അപ്പുറത്തെ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് തായിലൂടെ വഴിയുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്ന് നോക്കിയ സമയത്ത് അണ്ടർപാസ് കാണുന്നുണ്ട്. നമുക്ക് ആ അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെയാണ് ഇനി പോകേണ്ടത്. അറിയില്ല കറക്റ്റായിട്ടുള്ള വേ തന്നെയാണോ എന്ന്. എന്തായാലും സമയമുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടന്നു പോയി നോക്കാം. യെസ് ഗൈസ്, ഇതിലെ അണ്ടർപാസിലൂടെ വഴിയുണ്ട്. ഇതാ ഈ ലെഫ്റ്റിലേക്ക് കാണുന്ന വഴിയില്ലേ, ഈ സൈഡ്, ആ സൈഡിലുള്ള വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ആ സൈഡിലൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് വന്ന് കയറാം എന്നാണ് ഇവിടുന്ന് ഒരാൾ പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. യെസ്, ഇത് തന്നെയാണ് വഴി. എയർപോർട്ടിലേക്ക് വെൽക്കം ടു ചെന്നൈ എയർപോർട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ താഴേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇനി അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിൽ എത്താൻ കഴിയും കേട്ടോ. എയർപോർട്ടിൻ്റെ ടെർമിനലിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ ആ വഴിയിലൂടെ വന്നു കഴിഞ്ഞാൽ തന്നെ നേരെ എത്തുന്നത് ഡൊമസ്റ്റിക് ഡിപ്പാർച്ചറിൻ്റെ ഭാഗത്തേക്കാണ്. ശരിയായിട്ടുള്ള വഴിയാണ്. ഇനി നമുക്ക് എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറണ്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം തന്നെ കയറി കഴിഞ്ഞാൽ ഒരുപാട് നേരത്തെ ആയി പോകില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രഷായിട്ട് അങ്ങോട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുറച്ചേരായിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് തരുന്നുണ്ട്. എയർപോർട്ടിലേക്ക് എഗ്മോർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് പോരുന്നവർക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എയർപോർട്ട് മെട്രോ എടുക്കുന്നത് തന്നെയാണ്. ഇതാണ് എയർപോർട്ട് മെട്രോ ബിൽഡിങ്. ഇവിടെ നിങ്ങൾക്ക് നേരെ മെട്രോ കിട്ടുന്നതാണ്. എന്നിട്ട് ഇത് ടെർമിനൽ 2, ടെർമിനൽ 1 അപ്പുറത്തെ സൈഡിലാണ്. അങ്ങോട്ട് പോകണം. നമുക്ക് ടെർമിനൽ 1 നിന്നാണ് ഫ്ലൈറ്റ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ടെർമിനൽ 1 നടന്നു പോകുന്നത് കേട്ടോ. ഇവിടെ ടെർമിനൽ 2 സൈഡിൽ വന്ന സമയത്ത് ഇവിടെ ആയിട്ട് എയറോ ഹബ് ഈസ്റ്റ് എന്ന് പറഞ്ഞ് എന്തോന്ന് കാണുന്നുണ്ട്. ഇത് അവിടെ തൊട്ടേ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്തോ മോൾ എന്തോ ആണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്കൊന്ന് കയറി നോക്കാം നമുക്ക്. ഗൈസ്, ഇത് മോള് തന്നെയാണ്, പക്ഷേ ഇത് തുറന്നിട്ടില്ല. ആരുമില്ല ഇവിടെ, മൊത്തം ക്ലോസ്ഡ് ആയിരിക്കുകയാണ്. ആകെ ഇവിടെ ഒരു സ്റ്റാർബക്സ് മാത്രം തുറന്നത്. 9:30-ക്ക് ശേഷം മാത്രമേ ഈ മോള് തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കയറിയിരിക്കുന്നതിൽ വലിയ കാരണമൊന്നുമില്ല, കാര്യങ്ങളുമില്ല. നമുക്ക് നേരെ പുറത്തു പോകാം. എയർപോർട്ടിനകത്തേക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. വേറൊന്നുമില്ലല്ലോ ഇവിടെ. എയർപോർട്ടിനകത്തേക്ക് പോകാം. ഞാനിത് തിരിച്ച് നടന്ന് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇവിടെ 2 വണ്ടികൾ കിടപ്പുണ്ട്. രാഷ്ട്രീയക്കാരുടെ എന്തോ വണ്ടികളാണെന്ന് തോന്നുന്നു. ഈ വണ്ടിയിൽ ഇന്ത്യൻ ഫ്ലാഗ് പോലത്തെ ഒരു ഫ്ലാഗ് ഉണ്ട്, ബട്ട് കളർ ഈസ് ഡിഫറെൻറ്റ്. ബ്ലൂ ആൻഡ് റെഡ് ആണുള്ളത്. നമുക്ക് പിന്നെ ഈ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ കാമരാജിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ആരുടെയെങ്കിലും ആയിരിക്കും. ഇത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണോ? തമിഴ്നാട്ടുകാർ എന്നെ ആരും പഞ്ഞിക്കിടരുത്, എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതൊക്കെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് ഒരുപാട് ആർട്ട് ഫോംസിൻ്റെ ചിത്രകലകൾ കിടക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനില്ലേ. ഇവിടെയായിട്ട് ടെർമിനൽ 1 നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഇനി ടെർമിനൽ 1 എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ടൈം 10:30 ഞാൻ കുറേ നേരമായി ഇങ്ങനെ എയർപോർട്ടിന് മുന്നിരിക്കുന്നത്. എന്താ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിക്കുന്നില്ല. ജസ്റ്റ് അങ്ങോട്ട് കൊണ്ട് നടക്കുമ്പോൾ പിന്നെ ബാഗും കാര്യങ്ങളുണ്ട്. ഇത് വെക്കാനൊന്നും അതിൻ്റെ അകത്ത് സ്ഥലമില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ ടെർമിനലിനകത്തേക്ക് കയറിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇനി കയറാം. 10:30 ആയ സ്ഥിതിക്ക് എന്തായാലും 3 മണി വരെ സമയമുണ്ട്. ഇനി അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് അത് ചെയ്യാം. ഇനി നമുക്ക് നേരെ ടെർമിനലിനകത്ത് വെച്ചിട്ട് കാണാം. ഓക്കെ
ഗൈസ് അങ്ങനെ അകത്ത് കയറി ബോർഡിംഗ് പാസ് കളക്ട് ചെയ്തിരിക്കുകയാണ്. 2 ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറ്റൻഡ് ചെയ്യാനാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു മലയാളിയായിട്ടുള്ള വ്യക്തിയാണ്, സന്ദീപ് എന്നാണ് പേര്, ആലപ്പുഴക്കാരനായിരുന്നു. നൈസ് സർവീസ്. ഇവിടെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു സ്കൾപ്ചർ ഉണ്ട്, അതിനടുത്തേക്ക് നമുക്ക് പോവാം. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പം സോൺ 2 ഗേറ്റ് 1 നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഈ സ്കൾപ്ചർ എന്താണെന്ന് പോയി നോക്കിത്തരാം കേട്ടോ. ഇതാണ് നമ്മളവിടെ ഇരിക്കുന്ന സമയത്ത് കണ്ടത്. ഇത് എന്താണ് എന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ഉപയോഗിക്കാം. ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ 2 കാളകൾ, ഒരു കർഷകൻ എന്നുള്ള ചിത്രം കാണാം. അതുപോലെ തന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട്. മറ്റൊന്നും ഇതിനടുത്തായിട്ടില്ല. പിന്നെ ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരുപാട് ജേർണൽസ് ഇരിക്കുന്നതായിട്ട് കാണാം. ദ ഹിന്ദു ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ബിസിനസ് ലൈൻ ഉണ്ട്, പിന്നെ കുറച്ച് തമിഴ് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ, എക്കണോമിക് ടൈംസ് എന്നിങ്ങനെയൊക്കെയുള്ളതാണുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജൻ്റെ ഒരു ചിത്രം കാണാൻ കഴിയും. ഒരു കാലത്ത് തമിഴ്നാട് പൊളിറ്റിക്സിലെ, ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു വലിയ കിങ് മേക്കറായിരുന്നു അദ്ദേഹം. പ്രോപ്പറായിട്ടുള്ള ഹിന്ദിയോ അല്ലെങ്കിൽ ഇംഗ്ലീഷോ അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആവേണ്ട വ്യക്തിയാണ് എന്ന് അഭിപ്രായപ്പെടുന്നവർ പലരുണ്ട്. എന്തായാലും അങ്ങനെ ഒരു കാര്യം സംഭവിച്ചില്ല. ബട്ട് അദ്ദേഹം ഒരുപാട് നാൾ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തിയാണ്. അവിടെ നിന്ന് വന്നു ഹാൻഡ് ബാഗേജിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ബാഗൊക്കെ സെറ്റ് ചെയ്ത് തിരിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടുത്തെ കടകളിലെ പ്രൈസിങ്ങിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ഒക്കേഷണൽ പ്രൈസിങ് ആയിരിക്കും ഇവിടെയൊക്കെ വരിക എന്ന് പറയുന്നത്. ഇനി ഒരുപാട് കടകളുണ്ട്, ആവശ്യമുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ബട്ട് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഒക്കേഷണൽ പ്രൈസിങ് ആയിരിക്കും, അപ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ അത് എൻ്റെ ഗേറ്റ് 1 അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കുറച്ച് വർക്കുകൾ ചെയ്യാണ്ട് ആ വർക്കിലേക്ക് കിടക്കാം. അല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ സമയം ഏകദേശം 11:50 ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് ടൈം നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ 3 മണിക്കാണല്ലോ നമ്മുടെ ഫ്ലൈറ്റ്, അതിന് വരെ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. നോക്കണേ പറയാം. അതേ സമയത്ത് തന്നെ നമ്മൾ കൊണ്ടുവന്നൊരു എന്താ പറയുക, കടലമുട്ടായിട്ട് ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളൊരു പീസ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. മധുരമാണ്. ആക്ച്വലി ശർക്കരയല്ലേ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അതോ പഞ്ചസാര ഒരുക്കിയിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. അറിയുന്നവരാരും എഴുതുന്നുണ്ട് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് കാര്യങ്ങളായി ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിനുള്ള ബോർഡിംഗ് കോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ 2:10 ആളുകളൊക്കെ ഇത് ലൈനിൽ നിന്ന് തുടങ്ങി. നല്ല തിരക്കുണ്ട്. നമുക്ക് അത്ര തിരക്കില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. എല്ലാവരും കയറി കഴിഞ്ഞ ശേഷം പതിയെ കയറിയാൽ മതി. നമുക്ക് തിരക്കുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി ഫ്ലൈറ്റിനകത്ത് വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ എല്ലാവരും സീറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിലൊക്കെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ഇനി നമ്മൾ നേരെ കൊൽക്കത്ത എത്തിയിട്ട് കാണും. കൊൽക്കത്തയിലേക്കാണ് ഈ ഫ്ലൈറ്റ് വരുന്നത്. ഏതാണ്ട് 2.5 മണിക്കൂർ തൊട്ട് ഫ്ലൈറ്റ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് പിന്നീട് നമുക്ക് അഗർത്തല വരെയുള്ള ഫ്ലൈറ്റ് വരുന്നത് കേട്ടോ. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. ഈ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ബാക്കിലേക്ക് ഒരു പുള്ള് ഇട്ടു. ന്യൂട്ടൻ്റെ 1ാം ചലന നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇനേഷ്യ ഓഫ് റെസ്റ്റ്. അനങ്ങാതിരിക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് അനക്കുണ്ടാകുന്ന സമയത്ത് ബാക്കിലേക്ക് ഒരു വലിവ് ഉണ്ടാവില്ലേ, അത് തന്നെ ഇനേഷ്യ ഓഫ് റെസ്റ്റ് അനുഭവിക്കാൻ കഴിയും. ഒറ്റയടിക്കുള്ള ഒരൊറ്റ വലിയ വരുന്ന സമയത്ത് മനസ്സിന്ന് വെളിയിൽ നോക്കുന്ന സമയത്ത് നല്ല അതിമനോഹരമായിട്ടുള്ള ചെന്നൈ പട്ടണം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീഡിയോയിലൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല. ഓവർ എക്സ്പോസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. അങ്ങനെ നമ്മൾ കൊൽക്കത്ത എയർപോർട്ടിൽ ലാൻഡ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ ട്രാൻസ്ഫറിലൂടെ അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഇനി നമുക്ക് പോകേണ്ടത് ഗേറ്റ് നമ്പർ 25 ആണ്. നമ്മളിപ്പോൾ അവിടെ ചെയ്ത ബാഗേജ് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഇനിയും ഇവിടെ വന്നിട്ട് ചെയ്യേണ്ടതുണ്ട്. ഹാൻഡ് ബാഗേജ് മാത്രം ചെയ്താൽ മതി, മറ്റത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നേരെ അഗർത്തലയിൽ നിന്ന് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ട് ഇതൊരു വെറുപ്പിക്കൽ പരിപാടിയാണ്. ഈ സാധനം ഒക്കെ ഇനിയും ബാഗിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം വീണ്ടും എടുത്ത് പാക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്കെന്തോ വലിയ താല്പര്യമില്ലാത്ത പരിപാടിയാണ്. ഇവിടെ ട്രാൻസ്ഫർ എവിടെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. ഇവിടെ ബെൽറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഞാൻ വന്നത് ട്രാൻസ്ഫറിലൂടെയാണല്ലോ. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ, ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എവിടെയെന്ന് നോക്കട്ടെ കേട്ടോ. ഒന്ന് നോക്കിയിട്ട് വരാവേ ഗൈസ്. അങ്ങനെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി ഇതിനകത്താണ്. ഇതിനകത്ത് നിന്നിട്ട് ഇനി ഹാൻഡ് ബാഗേജ് ചെക്കിങ് ചെയ്യേണ്ടതുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം വരാം കേട്ടോ ഗൈസ്. അങ്ങനെ ബാഗേജ് ചെക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഗേറ്റ് നമ്പർ 25 അടുത്തേക്ക് പോവാം. അവിടെ നിന്നാണ് നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. 7:05 ഫ്ലൈറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സമയം 5:28 സമയമുണ്ട്. അവിടെ ചെന്നതിന് ശേഷം 2 പഴം കൂടെ കഴിച്ചേക്കാം. ഈ പഴം മുഴുവൻ തീർക്കണം. അല്ലാതെ എൻ്റെ കറുത്ത കഴിഞ്ഞ് ആരും കഴിക്കില്ല. ഞാൻ കഴിക്കും. നന്നായിട്ട് പഴുക്കുന്നതല്ലേ. പഴുക്കുന്നതല്ല, ഈ വാടുന്നതാണ്. ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് കഴിക്കുന്നതുകൊണ്ട് അല്ലേ.
യെസ്, ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇതാ ഈ 19:05 കാണുന്നത്. 19:05 ഓൺ ടൈമാണ്. ചെക്ക് ഇൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതാണ് ഗേറ്റ് വരുന്നത്. നമുക്ക് ഇവിടെ പോയി ഇരിക്കാം കുറച്ച് നേരം. ഞാനിപ്പോൾ ഇത് ഗേറ്റ് 25-ൻ്റെ അടുത്ത് ഇരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഇനി 3 നേന്ത്രപ്പഴവും അതുപോലെ തന്നെ 3 നാരങ്ങയും ബാക്കിയുണ്ട്, ഓറഞ്ച് ബാക്കിയുണ്ട്. ഇത് കഴിച്ച് തീർക്കണം. ഫസ്റ്റ് നമുക്ക് ഓറഞ്ച് എടുത്ത് കഴിക്കാം. ബട്ട് ഒറ്റ കൈ വെച്ചത് പൊളിക്കാനുള്ള വിദ്യ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ഈ വീഡിയോ ഓഫ് ആക്കിയിട്ട് പൊളിച്ചിട്ട് തരാം. ഓക്കെ, ഇത് നമ്മുടെ ഓറഞ്ചിൽ നിന്ന് ഒരൊറ്റ ഇതിൽ മാത്രം എടുത്തിട്ടുണ്ട്. ഇത് കഴിച്ച് നോക്കാം. പുളിയുള്ള ഓറഞ്ചാണ്. കൊണ്ടുവന്നതിൽ ഒരു ഓറഞ്ച് പുളി ഞാൻ കഴിച്ചു നോക്കിയിട്ടായിരുന്നു. മധുരം കുറവാണ്, പുളി കൂടുതലാണ്. ഓക്കെയാണ്, കഴിക്കാൻ നല്ല രസമുണ്ട്. ശരിക്കും ഇതിലേക്ക് മസാല അടി ആയിരുന്നു നമുക്ക് കിട്ടില്ലായിരുന്നു. അതിനെ ഉപ്പും മുളകും കൂട്ടിയിട്ട് സാധനം ഉണ്ടാക്കുമല്ലോ, അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നായിരിക്കുമായിരുന്നു. ഞാനൊന്ന് കഴിച്ച് തീർക്കട്ടെ. നമ്മുടെ അടുത്ത ഫ്ലൈറ്റിൻ്റെ ബോർഡിങ്ങിന് ടൈം ആയിരിക്കുകയാണ്. ഇവിടെ ഗേറ്റ് നമ്പർ 25-ൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. ആളുകളൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. വെറുതെ എല്ലാവരും കഴിഞ്ഞിട്ട് നമ്മൾ കയറുന്നുള്ളൂ. നമുക്ക് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പതിയെ നിർത്തുള്ളൂ കേട്ടോ. നമ്മൾ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴേക്കാണ് ഫ്ലൈറ്റ്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് പരിചയപ്പെടുത്തി തരാം. മറ്റൊന്നുമല്ല, ആംബ്രൈൻ്റെ 20,000 mAh വരുന്ന പവർ ബാങ്ക് ആണ്. ഇതാണത്. ഏതാണ്ട് 1299 ആയിരുന്നു പ്രൈസ്. ബട്ട് എനിക്കിത് 999 രൂപയ്ക്കാണ് കിട്ടിയത്. യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് യാത്രയിൽ തന്നെ എനിക്കൊരു 5 പ്രാവശ്യത്തോളം എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ കഴിഞ്ഞു. എൻ്റെ ഫോൺ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, iPhone 12 mini ആണ്. ബാറ്ററി വളരെ ഷോക്കാണെന്ന് അറിയാലോ. അപ്പോൾ യാത്രയിൽ കൂടാതെ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് തന്നെ ബാറ്ററി തീരെ നിൽക്കുന്നില്ല. പിന്നെ എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 74 ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് യൂസ് ആയിട്ടുണ്ട്. എന്നാലും 2-3-4 പ്രാവശ്യം എനിക്ക് ഫോണ് ഒരു 20 to 80 ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്തെങ്കിലും 3 കട്ട ബാക്കിയുണ്ട്. ഒരു കട്ടേ തീർന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല ബാക്കപ്പ് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ iPhone 12 miniൻ്റെ കേസാണ്. 2000 mAh ബാറ്ററിയാണ് അതിനകത്ത് എടുക്കുന്നതെന്നും കൂടെ ഓർത്ത് വെക്കുക. എനിവേസ് യൂസ് ആവുന്ന സാധനമാണ്. ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇൻഡിഗോയുടെ ഒരു ഫ്ലൈറ്റ് ഇവിടെ നിർത്തിയിട്ടേക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മുടെ ഫ്ലൈറ്റിലേക്ക് ആളുകൾ കയറിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. പതിയെയാണ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പതിയെ അകത്തേക്ക് എത്തിയതിനു ശേഷം ബാക്കി വീഡിയോ എടുക്കാം. യെസ് ഗൈസ്, നമ്മൾ ഫ്ലൈറ്റിനകത്ത് കയറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പവർ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അതിലൂടെ നിങ്ങൾ സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അത് അഫിലിയേറ്റഡ് പ്രോഗ്രാമിൻ്റെ ലിങ്കാണ്. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജസും വരില്ല. താല്പര്യമുള്ളവർക്കൊക്കെ അത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്ന് വാട്സപ്പ് നോക്കിയ സമയത്ത് നമ്മുടെ SLC എക്സാമിനുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ CRT പബ്ലിഷ് ചെയ്തു എന്ന് കാണുന്നുണ്ട്. 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ ഉള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കെമിസ്ട്രീൻ്റെ ആ 3 സെറ്റ്സിൻ്റെയും വീഡിയോ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അകത്തെത്തി കഴിഞ്ഞാൽ കുറേ ദിവസങ്ങളിലൊക്കെ ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ സമയത്തായിട്ട് നമുക്ക് ആ വീഡിയോസ് ഒക്കെ ചെയ്യാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവുന്നു ഔട്ട്കം എന്നോ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. എനിവേസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. കാരണം ട്രൈയിലാണല്ലോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ തുടങ്ങി ചേരുന്ന ഒരു സീരീസ് ഉണ്ടായിരുന്നല്ലോ, ദ റാൻഡം ടെക് ടോക്സ്. എന്തുകൊണ്ടാണ് 3ാമത്തെ എപ്പിസോഡിന് ശേഷം വേറൊരു എപ്പിസോഡ് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വിറ്റർ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് ടെക് ന്യൂസ് ഒന്നും വരുന്നില്ല, വേറെ എന്തെല്ലോ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കൊരു റീസ്റ്റാർട്ട് നടത്തേണ്ടതുണ്ട്. നല്ല ന്യൂസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റാൻഡം ടെക് ടോക്സിൻ്റെ 4ാമത്തെ എപ്പിസോഡുമായിട്ട് വരുന്നതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആയിരിക്കും. എന്തായാലും ആ എപ്പിസോഡ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാനായിരിക്കും, അല്ലാണ്ട് നിർത്താനുള്ള പരിപാടിയൊന്നും ഇല്ല. ഓക്കെ, ഇതൊരു എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നടത്തുന്ന യൂട്യൂബ് ചാനൽ, അല്ലാണ്ട് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്, അത്രയേ ഉള്ളൂ. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ന്യൂട്ടന്റെ 1ാം ചലനം ഫസ്റ്റ് ലോ ഓഫ് മോഷൻ നമ്മൾ ഒന്നുകൂടെ കാണാൻ പോകുന്നത്. എവരിബഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ് until and unless an external unbalanced force is acting on it. നമ്മളിപ്പോൾ റെസ്റ്റിലാണുള്ളത്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത്. ഇനി മോഷൻ നടക്കുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് റെസ്റ്റിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെടുന്നത്. ബട്ട് സിസ്റ്റം ഈസ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ എന്ത് സംഭവിക്കാതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഫ്ലൈറ്റിലെ ലൈറ്റ്സ് ഒക്കെ സേഫ്റ്റിയുടെ ആവശ്യത്തിനായിട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ കാണാൻ പോകുന്നത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, എവരിബഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ until and unless an external unbalanced force is acting on it. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്കിലേക്ക് ഒരു പുള്ള് വന്നില്ലേ, അത് തന്നെയാണ് ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ ഉള്ള പരിപാടിയാണ്. ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് തിരക്കൊന്നുമില്ല, എല്ലാവരും പോയിട്ട് പതിയെ ഇറങ്ങിയാൽ മതി. നമ്മൾ ഓട്ടോക്കാരൻ എത്രയാവും വരാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ കൂടെ ഒരാളിരുന്നു. ആള് ഫസ്റ്റ് തന്നെ ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിൽ വേറെ ആളിരിപ്പുണ്ട്. ഇതാണ് ആള്. യുവർ നെയിം? റിന്യൂ. ഓക്കെ, ഇവര് കൂടെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നേരെ പുറത്തിറങ്ങും. എന്നിട്ട് നമ്മൾ ഓട്ടോക്കാരൻ കണ്ടുപിടിച്ച് ഓട്ടോയിൽ കയറിയിട്ട് LAD പോകണം. അതിന് മുമ്പ് ലഗേജ് കളക്ട് ചെയ്യാനുണ്ട്. ഓക്കെ, എൻ്റെ ബാഗ് അത് ഒലിച്ചൊലിച്ച് വരുന്നു. പുതിയ എടുത്തോളൂ. ഗൈസ്, അങ്ങനെ നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മളെ വണ്ടി ഓടിക്കുന്നത്. ഇദ്ദേഹമാണ് നമ്മളെ LATയിൽ കൊണ്ടുപോയി
ഇറക്കാൻ പോകുന്നത്. അഗർത്തല ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. വരുന്നവർക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന് കോൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞാൽ മതി, ഇതൊരു ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. കുറഞ്ഞ റേറ്റിന് നിങ്ങളെ നേടിയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ അഗർത്തലയിൽ എവിടേക്ക് വേണമെങ്കിലും ഇദ്ദേഹം കൊണ്ടാക്കി തരുന്നതായിരിക്കും. എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ എവിടെയായാലും ഇദ്ദേഹം നിങ്ങളെ വന്ന് പിക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നാക്കുന്നതായിരിക്കും കേട്ടോ. അഗർത്തല ഓരോ തവണ പോയി വരുമ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ ടൗണിനൊക്കെ ഒന്നുകൂടെ വെളിച്ചം വെച്ചു. സാധാരണ ഞങ്ങൾ ഇവിടെയുള്ള സമയത്ത് ഇത്ര ആൾക്കാരോ അല്ലെങ്കിൽ ഇത്രയും വെളിച്ചമൊന്നും ഉണ്ടാവാറില്ല. എനിക്കെപ്പോഴും അഗർത്തലയിൽ ഒരു കേരളത്തിന് 144p ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പതിയെ പതിയെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നത് പോലത്തെ അഗർത്തലയല്ല ഇപ്പം നിലവിലുള്ളത്, മാറുന്നുണ്ട്. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ. നമ്മളങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ നേടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പാണ് അവിടെ. നമ്മുടെ നാട്ടിൽ തീർന്നുകൊണ്ടിരിക്കും. നാട്ടിൽ നല്ല ചൂടാണല്ലോ, ആവശ്യത്തിന് ചൂടാണ്, ജീവിക്കാൻ പറ്റുന്ന ചൂട്. അവിടെ വന്നപ്പോൾ ആവശ്യത്തിന് നല്ല തണുപ്പുണ്ട്. എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടില്ല, ബട്ട് കൈയൊക്കെ വിറങ്ങലിക്കുന്ന തരത്തിലുള്ള തണുപ്പുണ്ട്. രാവിലെ കുറച്ച് മുമ്പ് ഡിസംബറിന്റെ ഒരു ഫസ്റ്റ് ഒരു 2 വീക്സ് 3 വീക്സ് ആയ സമയത്ത് അന്ന് രാവിലെ നമ്മൾ ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ലേ, കൈ ഇങ്ങനെ കൊച്ചു പിടിക്കുന്നത്, അതേ ഒരു അവസ്ഥയാണ് അവിടെ കിട്ടുന്നത്. നല്ല തണുപ്പാണ്. ഞാനാണ് നല്ല സ്വെറ്ററൊക്കെ ഇട്ട് ബാഗിൽ പാക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അത് പുറത്ത് വെച്ചാൽ മതിയായിരുന്നു. സാറില്ല, അവിടെ എത്തിയതിനു ശേഷം കുളിക്കണമല്ലോ എന്ന് അറിയിക്കുന്നത്. രാത്രി കുളിയൊന്നും നടക്കൂല. നാളെ രാവിലെ ഞാൻ കുളിക്കലുണ്ടാവുള്ളൂ മിക്കവാറും. തണുപ്പാണ്. ഇനി നമുക്ക് നേരെ അകത്തല എത്തിയിട്ടാണ്, സോറി NIT എത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി NIT ഹോസ്റ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇതോടുകൂടി ഈ വ്ളോഗ് കൂടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.